വാട്സ്ആപ്പ് യൂട്യൂബ് ഫിൻടെക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറൌണ്ട് 50,000 റേഞ്ചിൽ വരുന്ന ഗെയിമിംഗ് ലാപ്ടോപ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ വരുന്ന ലാപ്ടോപ്പ് മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏസറിൻ്റെ ആസ്പയർ 5 ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അതിൽ വരുന്നത് ഇന്റലിൻ്റെ i5 13th ജനറേഷൻ പ്രൊസസ്സറാണ്. വിൻഡോസ് 11 കൂടിയിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 8GB റാം സ്റ്റിക്ക് ഉണ്ട്. ആൻഡ് സ്റ്റോറേജിൻ്റെ കേസിലാണെങ്കിൽ 512GB PCIe Gen 4 NVMe SSD. ഓൾസോ ഗ്രാഫിക്സ് സപ്പോർട്ട് വരുന്നത് NVIDIA GeForce RTX 2050 സീരീസിലുള്ള ഗ്രാഫിക് കാർഡ് പ്ലസ് ഇതിലൊരു ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട് വിത്ത് 140 Hz ഓഫ് റിഫ്രഷ് റേറ്റ്. അത്യാവശ്യം നമുക്ക് AAA ഗെയിമിംഗ് ടൈറ്റിൽസ് ഒക്കെ നല്ല രീതിയിൽ അത്യാവശ്യം വെച്ചിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് 2 TB വരെ അപ്ഗ്രേഡബിൾ ആണ് വിത്ത് ദി അഡീഷണൽ ഡ്യുവൽ M.2 സ്ലോട്ട്സ്. അപ്പോൾ സ്റ്റോറേജ് നമുക്ക് അപ്ഗ്രേഡബിൾ ആണ്, ഫ്യൂച്ചർ പ്രൂഫ് ആണ്. നമുക്ക് അടുത്ത വരുന്ന ലാപ്ടോപ്പ് അസൂസിൻ്റെ ടഫ് സീരീസിലുള്ള ടഫ് F15 എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. ഇതിൽ ആക്ച്വലി വരുന്നത് ഇന്റലിൻ്റെ i5 11th ജെൻ പ്രൊസസ്സറാണ്. ബട്ട് ഇവിടെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16GB ഡ്യുവൽ ചാനൽ റാം സെറ്റപ്പ് ആണ് കാണാൻ സാധിക്കുന്നത് 3200 MHz. ഓൾസോ എക്സ്പാൻഡബിൾ അപ് ടു 32GB. അതോടൊപ്പം തന്നെ 512GB PCIe 3rd Gen NVMe SSD ആണ് വരുന്നത്. ബട്ട് അതേപോലത്തെ തന്നെ അഡീഷണൽ സ്ലോട്ട്സ് കൂടി കാണാൻ സാധിക്കും വിത്ത് വിച്ച് നമുക്ക് സ്റ്റോറേജ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇതിൽ വരുന്ന റിഫ്രഷ് റേറ്റ് 144 Hz ആണ്. അതോടൊപ്പം തന്നെ ഗ്രാഫിക്സ് സപ്പോർട്ട് വരുന്നത് RTXൻ്റെ 2050 സീരീസിലുള്ള ഗ്രാഫിക്സ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലാപ്ടോപ്പ് മോഡൽ ഏസറിൻ്റെ ALG ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇതിലൊരു i5 12th ജനറേഷൻ പ്രൊസസ്സറാണ് വരുന്നത് വിത്ത് വിൻഡോസ് 11. ഓൾസോ ഒരു ഡ്യുവൽ ചാനൽ 16GB റാം സെറ്റപ്പ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു 512GB Gen 4 NVMe SSD ഉണ്ട്, അപ്ഗ്രേഡബിൾ വിത്ത് M.2 ഡ്യുവൽ സ്ലോട്ട്സ്. അതായത് സ്റ്റോറേജ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഓൾസോ NVIDIA 2050 സീരീസിലുള്ള ഗ്രാഫിക് കാർഡ് കാണാൻ സാധിക്കും. ബട്ട് ഇതിൻ്റെയൊക്കെ ഒരു സംഭവം ഇതിൽ വരുന്ന 60 Hz ഡിസ്പ്ലേയിലേക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ അതൊരു സെറ്റ് ബാക്ക് ആണ്. ഒരു നമുക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇതിൽ കുറച്ചുകൂടി റിഫ്രഷ് റേറ്റും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ദിസ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. അടുത്ത ലാപ്ടോപ്പ് വരുന്നത് ലെനോവോയുടെ IdeaPad ഗെയിമിംഗ് 3 ലാപ്ടോപ്പാണ്. ഇത് ആക്ച്വലി ലെനോവോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല, കറൻ്റ്ലി അൺഅവൈലബിൾ ആണ്. ആൻഡ് ഈ ലാപ്ടോപ്പിൽ വരുന്ന കോൺഫിഗറേഷൻ ഒരു AMD Ryzen പ്രൊസസ്സറിൻ്റെ ആണ്. 5th Gen AMD Ryzen പ്രൊസസ്സർ വിത്ത് 512GB ഓഫ് SSD ആൻഡ് ഒരു സിംഗിൾ സ്റ്റിക്ക് ഓഫ് 8GB റാം. അലോങ് വിത്ത് ദാറ്റ് NVIDIA RTX 2050 സീരീസിലുള്ള ഗ്രാഫിക് കാർഡും നമുക്ക് കാണാൻ സാധിക്കും, 4GB ഓഫ് ഗ്രാഫിക് കാർഡ്. സോ ഈ 47,000 47,990 പ്രൈസ് റേഞ്ചിൽ ദിസ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. AMD അത്യാവശ്യം ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ബെറ്റർ ആണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ലൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഓപ്ഷൻ. സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്പ് സജഷൻസ് അറൌണ്ട് 50,000 റേഞ്ചിൽ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.